ലോക് ഭവനിലെ ജീവനക്കാർക്ക് ക്രിസ്മസ് അവധി നിഷേധിച്ചുകൊണ്ടുള്ള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ തീരുമാനം കേരള ജനതയെ മാത്രമല്ല രാജ്യത്തുടനീളം മതേതര വിശ്വാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ രാജ്യത്ത് വ്യാപിച്ച ന്യൂനപക്ഷ വിരുദ്ധതയുടെയും മതമേധാവിത്വ ആക്രമണങ്ങളുടെയും കഥകൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ രാജേന്ദ്ര അർലേക്കറുടെ ഉത്തരവിന് മറ്റ് സംസ്ഥാനങ്ങളുടെ ന്യൂനപക്ഷ വേട്ടയുടെ മാനം മാത്രമല്ല ഉള്ളത്. ഭരണപരമായ മര്യാദകളെല്ലാം ലംഘിച്ച ഈ തിട്ടൂരം പ്രാധാന്യം നേടുന്നത് ചരിത്രപരമായി വർഗീയ ധ്രുവീകരണത്തിന് പ്രതിരോധം തീർക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടപ്പെടുന്ന കേരളത്തിലാണ് എന്നിടത്താണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 25 സദ്ഭരണ ദിനാചരണ പരിപാടികളിൽ നിർബന്ധമായും പങ്കെടുക്കാനാണ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. ലോക് ഭവന്റെ വർഗീയ അജണ്ടയിലെ ആദ്യത്തെ അധ്യായമല്ല ഇത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഔദ്യോഗിക കലണ്ടറിൽ വി.ഡി. സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷ RSS വൽക്കരണം ഉറപ്പിച്ചതിന്റെ അനുബന്ധം മാത്രമാണ് ക്രിസ്മസ് അവധി നിഷേധം. രണ്ട് നടപടികളും ചേർത്ത് വായിക്കുമ്പോൾ ഇവ ആകസ്മികമല്ല, മറിച്ച് ആലോചിച്ചുറപ്പിച്ച പുതിയ തുടക്കമാണ് എന്ന് വ്യക്തമാകും. ക്രിസ്മസ് എന്നത് കേവലം കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും പവിത്രമായ ദിവസമാണ്. ഗണ്യമായ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു വിശേഷ ദിവസം നിർബന്ധിത ഹാജർ വേണമെന്ന നിർബന്ധം ഏതർത്ഥത്തിലും നിഷ്പക്ഷതയെയല്ല, ഭൂരിപക്ഷ മതമുൻഗണനയുടെ കരുതിക്കൂട്ടിയുള്ള നടപടിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് അധികാരത്തിന്റെ തണലിൽ വർദ്ധിച്ചു വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴിൽ പൊതുജീവിതത്തിൽ മതേതരത്വം ഇല്ലാതാക്കുന്നതിന്റെ നേർചിത്രം. ഇത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ക്രിസ്മസ് അവധിയില്ലെന്നും ഡിസംബർ 25 സ്കൂളുകൾ തുറക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്നും പൗരാവകാശ ഗ്രൂപ്പുകളിൽ നിന്നും നിശിത വിമർശനം ഏറ്റുവാങ്ങിയെങ്കിലും സർക്കാർ ഹിന്ദുത്വ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ രാജ്യത്ത് കുതിച്ചുചാട്ടമാണുണ്ടായത്. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതും വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ് വെളിപ്പെടുത്തിയതുമായ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ വിദ്വേഷം ലക്ഷ്യമിട്ടുള്ള അക്രമവും വാർഷിക റിപ്പോർട്ട് 2024 അനുസരിച്ച് 2023 601 ആക്രമണങ്ങളായിരുന്നത് 2024 830 ഉയർന്നു. കഴിഞ്ഞ ദശകത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വാർഷിക കണക്കുകളിലൊന്നാണിത്. ശാരീരിക ആക്രമണങ്ങൾ, ആരാധനാക്രമങ്ങൾ തടസ്സപ്പെടുത്തൽ, പള്ളികൾ നശിപ്പിക്കൽ, സാമൂഹിക ബഹിഷ്കരണങ്ങൾ, പാസ്റ്റർമാരെയും പുരോഹിതരെയും വിശ്വാസികളെയും ഉപദ്രവിക്കാൻ, മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ തെറ്റായ ഉപയോഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ മതശുശ്രൂഷ കഴിഞ്ഞു മടങ്ങുമ്പോൾ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ഹിന്ദുത്വ സംഘം ആക്രമിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംശയാസ്പദമായ കേസിൽ തടവിലാക്കപ്പെട്ട തീർത്ഥാടകർക്കായി ഇടപെടാൻ ശ്രമിച്ച പുരോഹിതരെ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് ആക്രമിച്ചു. 2023 24 മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി റെയിൽവേ സ്റ്റേഷനുകളിലും പൊതുഗതാഗത കേന്ദ്രങ്ങളിലും കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും തടങ്കലിൽ വെച്ചതായി ഒന്നിലധികം റിപ്പോർട്ടുകൾ ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തുവന്നു. ക്രിസ്മസ് ദിനത്തിലും തലേന്നുമെല്ലാം ഡൽഹിയിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇനി ഇങ്ങനെ വടക്കോട്ട് നോക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണ് ഈ ക്രിസ്മസ് നമുക്ക് തരുന്നത്. കേരള ലോക് ഭവനിലെ ക്രിസ്മസ് അവധി നിഷേധം പ്രത്യയശാസ്ത്ര കടന്നുകയറ്റത്തിന്റെ ലക്ഷണമായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളിൽ നിലവിലുള്ള ഭയം കേരളത്തിലേക്കും എത്തിയെന്നതിനെ ഇത് അടയാളപ്പെടുത്തുന്നു. പാലക്കാട് ക്രിസ്മസ് കരോളിനെതിരെ സംഘപരിവാർ ആക്രമണമുണ്ടായി. അതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ കരോളിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്ന് പരിഹസിക്കാനാണ് BJP നേതാവ് രംഗത്ത് വന്നത്. കുട്ടികൾ നടത്തിയ കരോളിനെതിരെയാണ് മദ്യപസംഘം എന്ന് പരിഹസിച്ചത്. ആ നികൃഷ്ട പരാമർശം ശക്തമായി എതിർക്കപ്പെട്ടോ എന്ന് മലയാളി നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. ജാതിയും മതവും അയ്യപ്പനും വാവരും കൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ദുരവസ്ഥയിൽ നിന്ന് കരകയറിയില്ലെങ്കിൽ UPയും ബീഹാറും പോലെ വർഗീയ വിധ്വംസക ശക്തികൾക്ക് കീഴടങ്ങി 19ാം നൂറ്റാണ്ടിലേക്ക് പിന്നടക്കേണ്ടി വരും മലയാളിക്കും കേരളത്തിനും. ജാഗ്രത മാത്രം പോരാ, ശക്തമായ ഇടപെടൽ തന്നെ വേണം.